Hi Sundaris, and Asvi. എല്ലാവർക്കും Asvi മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ again ഒരു കേരള സാരി മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത മേക്കപ്പിൽ കുറച്ച് ഓവർ ആയിന്ന് കുറേ പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണത്. പിന്നെ ഇതിലെ ബ്ലൗസ് ഞാൻ തന്നെ തുന്നിയതാണ്. പിന്നെ ഈ സാരി ഉടുക്കണ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയൂ, ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ ഒരു 5 minute ഫ്ലാറ്റിൽ നമുക്ക് ഉടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഹെയർ സ്റ്റൈലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റോസും പിന്നെ മുല്ലപ്പൂവും വെച്ചിട്ട് ആണ് ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അലോവേറ ജെല്ലാണ്. അതാണ് ഞാൻ പ്രൈമറായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ വളരെ മിനിമൽ പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ. അത് മാത്രമല്ല വീഡിയോയിൽ നമ്മൾ ബ്രഷസോ സ്പഞ്ചോ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് അലോവേറ ജെൽ നന്നായിട്ട് മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യാണ്, മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഗാർണിയർ BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചെടുത്തിട്ട് എൻ്റെ മുഖത്ത് കംപ്ലീറ്റ്ലി ഡോട്ട് ചെയ്തിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് മസാജ് ചെയ്യല്ല, ഡാബ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മുഖത്ത് ഡൗൺവേർഡ് മോഷനിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ BB ക്രീമൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് സെറ്റായി വന്നോളും. സോ ഇത് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സെയിം സ്കിൻ ടോണിലായി വരും. ഇപ്പോൾ കുറച്ച് ലൈറ്ററായിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ അത് സെറ്റാവുമ്പോൾ ശരിയാവും. പിന്നെ ഞാൻ ഈ മെബലിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സെയിം സ്പഞ്ച്, അതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഈ അപ്ലൈ ചെയ്ത BB ക്രീം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസിന് ഞാൻ ഈ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ലൈറ്റായി ഫില്ല് ചെയ്യണേ ഉള്ളൂ. ഓൾറെഡി കുറച്ച് തിക്ക് ഐബ്രോസ് ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. സോ വൺസ് അങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മിസ് ക്ലെയർ പെൻസിലിൻ്റെ കൂടെ തന്നെ വരുന്ന ബ്രഷ് ഉണ്ട്, ക്യാപ്പിൽ തന്നെ വരുന്ന ബ്രഷ് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മീതെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒന്ന് സെറ്റാവും. അത് ലൈക്ക് ഒന്ന് സ്പ്രെഡ് ഔട്ട് ആയിട്ട് കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ കണ്ണിൻ്റെ മീതെ ഞാൻ കോമ്പാക്ട് പൗഡർ, സെയിം കോമ്പാക്ട് പൗഡർ ഫിംഗേഴ്സിലെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാജൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു ലൈറ്റായിട്ടൊരു സ്മോക്കി ആയി മേക്കപ്പ് ലുക്ക്, കാജൽ മാത്രം ഉപയോഗിച്ചിട്ട് സ്മോക്കി ആയി ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ കണ്ണിന് നമ്മൾ കൺമിഷ് ചെയ്തതിനെ പോലെ എഴുതാണ്. അതിനുശേഷം കണ്ണിൻ്റെ മീതെ ഒരു തിക്ക് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇത് നീറ്റ് ആവേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നമ്മളിത് സ്മഡ്ജ് ചെയ്തെടുക്കും. അതുകൊണ്ട് നീറ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ഒരു തിക്കായിട്ടൊരു ലൈൻ വരച്ചാൽ മാത്രം മതിയാവും. എന്നിട്ട് നമ്മൾക്കൊരു ക്യൂട്ടപ്പ് എടുക്കുക, ഒരു ഇയർബഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്തിട്ടില്ലേ കാജൽ, അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വാട്ടർ ലൈനിൽ മാത്രമല്ല കുറച്ച് ലാഷ് ലൈനിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ണിൻ്റെ മീതെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇതേപോലെ കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്മഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൺപീലിയുടെ അടുത്തുള്ള ഭാഗം ഡാർക്കായിട്ടും മേപ്പട്ടേക്ക് പോകും തോറും ലൈറ്റായിട്ടും വേണം ഇങ്ങനെ കൺമഷി സ്പ്രെഡ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്യുക ഇതുപോലെ. അപ്പോൾ ടൈറ്റ് ലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ലാഷസ് ഉള്ള പോലെ തോന്നും. അതിനുശേഷം വളരെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ മീതെ ലാഷ് ലൈനിൻ്റെ അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി സ്മഡ്ജ് ചെയ്തിട്ട് അത് മാഞ്ഞു പോയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അതൊന്ന് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഈ ഇതുപോലെ കണ്ണൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒരു ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മോക്കി ആയി പോലെ തോന്നും. പിന്നെ ചെറുതായിട്ടൊരു വാലിടുക. പിന്നെ അതിനുശേഷം എഗെയിൻ നമുക്ക് ഈ ക്യൂട്ടിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് മടക്കി ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ വാലിട്ടിരിക്കുന്നത് ഒന്ന് തിന്നാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എക്സ്ട്രാ വരുന്നത് മാത്രം നമുക്കൊന്ന് മാറ്റി കളഞ്ഞാൽ മതിയാവും. സോ നമ്മുടെ സ്മോക്കി ആയി റെഡിയാണ്. ഭയങ്കര സിമ്പിളാണ്, കാജൽ വെച്ചിട്ട് മാത്രം ചെയ്യാവുന്നതാണ്. എഗെയിൻ ഞാൻ സെയിം ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. കണ്ണിൻ്റെ താഴെ എഴുതുക, മീതെ എഴുതുക, പിന്നെ ക്യൂട്ടിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുക. സ്മഡ്ജ് ചെയ്തതിന് ശേഷം എഗെയിൻ വളരെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ മീതെ ഒരു ലൈൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ലൈക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ, അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐ മേക്കപ്പാണ്. എല്ലാവർക്കും സൂട്ടാവുന്ന ഐ മേക്കപ്പാണിത്. പിന്നെ എസ്പെഷ്യലി വളരെ ചെറിയ കണ്ണുള്ളവർക്ക് ചിലപ്പോൾ അത്ര നന്നായിന്ന് വരില്ല, മിക്കവർക്കും പക്ഷെ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മസ്കാര ഉപയോഗിച്ചിട്ട് ഞാൻ ലാഷസിൽ മസ്കാര ഇടാണ്. നല്ലൊരു 2 കോട്ടോളം മസ്കാര ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ നിറയെ കാജലിടുന്ന ലുക്ക് ആകുമ്പോൾ
പോകുമ്പോൾ നന്നായിട്ട് മസ്കാര ഇടണം, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ ലിപ്പ് ലൈനറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ലിപ്പ് ലൈനറാണ്. റെഡ് കളറിലെ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ന്യൂഡ് ലിപ്സ് ഒരു പിങ്കി ന്യൂഡാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലിപ്പ് കളർ ഡാർക്ക് ലിപ്പ് കളർ ഉപയോഗിച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി ലിപ്സിൽ നമ്മൾ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ന്യൂഡ് കളർ, ഈ ലാക്മി 925, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ന്യൂഡ് വേണ്ട, ഒരു പിങ്കി ന്യൂഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലിപ്പ് ലൈനർ റെഡ് കളർ അപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല രസമുള്ള ഷെയ്ഡാണ്. പിന്നെ മിസ് ക്ലെയറിൻ്റെ ലിപ്പ് ഗ്ലോസ് വെച്ചിട്ട് ലിപ്സിൻ്റെ നടുക്കിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലഷി ലുക്ക് കിട്ടാൻ വളരെ നല്ലതാണിത്. അതിനുശേഷം നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. നമ്മളൊരു ബണ്ണാണ് ചെയ്യണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മുടി നന്നായി ചെയ്യി നല്ല നീറ്റായി വെക്കുക. അതിനുശേഷം ഫ്രണ്ടിൽ നല്ലൊരു ഗുഡ് എമൗണ്ട് ഓഫ് മുടി വെച്ച് ഫ്രണ്ടിലേക്ക് ഇടുക. ഇത് ഞാൻ കാണിക്കുന്ന പോലെ ഫ്രണ്ടിലേക്ക് മാറ്റി വെക്കുക. ഈ രണ്ട് സെക്ഷൻ നമുക്ക് പിന്നെ വർക്ക് ചെയ്യണം ഇതിൽ. അപ്പോൾ നല്ലൊരു ഭാഗം മുടി വെക്കണം കേട്ടോ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട്. പിന്നെ ബാക്കി വരുന്ന മുടി നമ്മൾ ബാക്കിലേക്ക് പോണി പോലെ കെട്ടുകയാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മുടി അതിലേക്ക് വന്ന് ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ അതൊരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. പിന്നെ ഈ മുടി ക്രൗൺ ഏരിയയിൽ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്ത് കൊടുക്കുക, വല്ലാണ്ട് ഒട്ടിയിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു പുഫ് ഉണ്ടെങ്കിൽ വോളിയം തോന്നിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ ബാക്കിലേക്ക് എടുത്ത് പോണി കെട്ടിയതിന് ശേഷം നമ്മൾ നോർമലി മെടയില്ലേ 3 ഇഴ എടുത്തിട്ട് മെടയില്ലേ അതേപോലെ മെടഞ്ഞെടുക്കുക. വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ സാധാരണ നമ്മൾ എങ്ങനെയാണ് മുടി മെടയുക അതേപോലെ മെടഞ്ഞെടുക്കുക. എന്നിട്ട് ഈ നമ്മൾ പോണി കെട്ടിയിട്ടില്ലേ അതിന് ചുറ്റും ഈ മെടഞ്ഞു വെച്ചിരിക്കുന്ന മുടി കംപ്ലീറ്റ്ലി ചുറ്റിയെടുത്തിട്ട് നമ്മളൊരു ബൺ പോലെ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് യൂപിൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് സെക്യൂർ ചെയ്ത് വയ്ക്കാം. യൂപിൻസ് ആണ് നല്ലത്. ഞാൻ മുന്നേ പറയുന്ന പോലെ ബോബി ഇങ്ങനത്തെ ഒക്കെ സെക്യൂർ ചെയ്യുമ്പോൾ ഇർക്കിലി സ്ലൈഡിനേക്കാളും നല്ലത് യൂപിൻ ആണ്. മാക്സിമം യൂപിൻ ഉപയോഗിച്ചത് സെക്യൂർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതൊന്നും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വലിച്ച് കുറച്ചുകൂടി ഒന്ന് ഉള്ളു തോന്നിക്കാൻ, വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ബണ്ണൊന്ന് വലിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്രണ്ടിലെ സെക്ഷനിലെ മുടി നമ്മൾ മെടയാൻ പോവാണ്. മെടയിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം മെടയാനുള്ള മുടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ഒരു മെടയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം മെടയുമ്പോൾ ആ മുടിയിലേക്ക് നമ്മൾ സൈഡിൽ എടുക്കുന്ന മുടി നമ്മൾ ആഡ് ഓൺ ചെയ്യാണ്. അങ്ങനെയാണ് ഇത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം 3 ഇഴ എടുത്ത് മെടഞ്ഞതിന് ശേഷം അടുത്ത തവണ മെടയുമ്പോൾ സൈഡിലുള്ള മുടി ഒന്ന് വലിച്ചെടുക്കാം. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ അതേപോലെ. അതിനുശേഷം ഏകദേശം ചെവിയുടെ അവിടെ എത്തുമ്പോൾ ബാക്കിയുള്ള മുടി നമ്മൾ സാധാരണ എങ്ങനെയാണോ മെടയണത് അതേപോലെ മെടഞ്ഞെടുക്കുക. മെടഞ്ഞ് കുറച്ച് ആയി കഴിയുമ്പോൾ എഗെയിൻ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് സൈഡിലൊന്നും ഇങ്ങനെ വലിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ വല്ലാണ്ട് ഒട്ടിയിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് വോളിയം പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക. പകുതിയോളം മെടഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ബാക്കി മെടഞ്ഞതിന് ശേഷം ഇതേപോലെ വലിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് അതിനുശേഷം നമുക്ക് ഈ ബണ്ണില്ലേ ഈ ബണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വയ്ക്കാം. എന്നിട്ട് എഗെയിൻ യൂപിൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന് കുറേ യൂപിൻസ് വേണം കേട്ടോ, നല്ല ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം 2 ഇഴ എടുത്തുല്ലോ മെടയാനായിട്ട്, പിന്നെ 3ാമത്തെ ഇഴ എടുത്തിട്ട് മെടയുക. ഒരു തവണ മെടഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത തവണ മെടയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെടയണ ഇഴയുടെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു മുടി എടുത്തിട്ട് അതിൻ്റെ ഒപ്പം മെടയുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും അതേപോലെ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇത് ചെവിയുടെ അവിടം വരെ എത്തണ വരെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഒരു ടെക്നിക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ആദ്യം ഒരു ചെറിയ ബിഗിനർ ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പ്രയാസം തോന്നുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. സോ അത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഏകദേശം പകുതി മെടയുമ്പോൾ മുടിയൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി ഇതേപോലെ മെടഞ്ഞതിന് ശേഷം മുടി വലിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ബണ്ണിന് ചുറ്റും ചുറ്റി വെച്ച് നമ്മൾ യൂപിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബൺ
ആക്ച്വലി റെഡിയാണ്. പിന്നെ ഫ്രണ്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് അലോവേറ ജെൽ ഉപയോഗിച്ചിട്ട് ഞാൻ മുടിയൊന്ന് ഇങ്ങനെ മുടിയിൽ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബോബി പിൻ വെച്ചിട്ട് ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. പിന്നെ നമ്മൾ മുല്ലപ്പൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ബണ്ണിന് ചുറ്റും നമ്മൾ മുല്ലപ്പൂ വെക്കണില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാഫ് മാത്രമേ വെക്കാൻ ഉദ്ദേശിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ട പാകത്തിലുള്ള മുല്ലപ്പൂ അതേപോലെ മടക്കിയെടുക്കുക. നമുക്ക് എത്ര വേണ്ടി വരുമോ അതിനനുസരിച്ച് മടക്കി വെക്കുക. എന്നിട്ട് ബണ്ണിൻ്റെ താഴെയായിട്ട് ഇതേപോലെ വെക്കുക. ഹാഫ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തന്നെ മതിച്ചാൽ ഇങ്ങനെ മതി. ഇങ്ങനെ കാണാനും നല്ല രസമാണ്. പക്ഷെ എൻ്റെ കയ്യിൽ റോസ് ഫ്ലവേഴ്സ് ഉള്ള കാരണം ഞാൻ അതിങ്ങനെ അതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ റോസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇത് വെഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ പറ്റിയ ഹെയർ സ്റ്റൈലാണ്. സെറ്റ് സാരിയുടെ ഒപ്പം മാത്രമല്ല കേട്ടോ, ഏത് സാരിയുടെ ഒപ്പം വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. എസ്പെഷ്യലി റെഡ് സാരിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള ഇത് വളരെ ട്രെൻഡുമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്തിട്ട് പറയണം എങ്ങനെയാണെന്നുള്ളത് പറയണം. പിന്നെ ഞാൻ ഒരു അവസാനം DIY ചെയ്തിട്ടുള്ള ഈ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് അധികം നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഗെയിൻ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കൂടി ചെയ്യാൻ വിചാരിച്ചത്. സോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സാരിയുടെ വീഡിയോ വേണമെങ്കിൽ പ്രത്യേകം പറയൂട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി വിഷു ടു every one of you. Happy Vishu, enjoy. So bye.